അടുത്തിടെ എൻ്റെ കയ്യിൽ വന്നു ചേർന്ന ബുക്കാണ് ജിത്തു കൃഷ്ണമൂർത്തിയുടെ ഫ്രീഡം ഫ്രം ദ നോൺ, അറിഞ്ഞതിൽ നിന്നുമുള്ള മോചനം. വളരെ അർത്ഥവത്തായതും കൂടുതൽ കൂടുതൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതുമായ ഒരു വാചകമാണിത്. അറിഞ്ഞതിൽ നിന്നുമുള്ള മോചനം. നമ്മുടെ ഈ ചുരുങ്ങിയ ജീവിത കാലയളവിൽ നാം എന്തൊക്കെയാണ് അറിഞ്ഞു വച്ചിരിക്കുന്നത്? എത്രയെത്ര ആശയങ്ങൾ, അനുമാനങ്ങൾ, ധാരണകൾ, മുൻധാരണകൾ, ഇഷ്ടങ്ങൾ, ഇഷ്ടക്കേടുകൾ, നമുക്ക് നമ്മെക്കുറിച്ച് തന്നെയുള്ള ധാരണകൾ, അങ്ങനെ പോകുന്നു ആ നീണ്ട നിര. ഇതിൽ ഏതിൽ നിന്നുമൊക്കെയാണ് നമുക്ക് മോചനം വേണ്ടത്? എല്ലാത്തിൽ നിന്നും മോചനം നേടിയാൽ ഒരു പ്രത്യേക പേരും മതവും താല്പര്യവും ഒക്കെ പേര് നടക്കുന്ന ഞാനല്ലാതായി മാറില്ലേ? ഇതൊക്കെയാണ് ബുക്ക് വായിക്കുന്നതിന് മുൻപ് ഞാൻ ചിന്തിച്ചു കൂട്ടിയത്. സ്വാതന്ത്ര്യം എന്ന ടൈറ്റിൽ വരുന്ന ഒരു ഭാഗം എടുത്താണ് ഞാൻ വായന ആരംഭിച്ചത്. അടിച്ചമർത്തലിൻ്റെ നൊമ്പരങ്ങളോ കഠിനമായ അച്ചടക്കമോ ഒരാളെ സത്യത്തിലേക്ക് നയിക്കുകയില്ല. സത്യത്തെ നേരിടാൻ മനസ്സ് തികച്ചും സ്വതന്ത്രമായിരിക്കണം. പക്ഷേ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാവാൻ നാം ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കണം. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്നാണോ അർത്ഥമാക്കുന്നത്? അതോ ഹിതകരമല്ലാത്ത, നമ്മെ ശല്യം ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാത്രമുള്ള സ്വാതന്ത്ര്യമാണോ? നമ്മെ ദുഃഖിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്നും കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്നും മോചിതരാവാൻ നാം ആഗ്രഹിക്കുന്നുണ്ട്. അതേസമയം സുഖകരവും തൃപ്തികരവുമായ വ്യവസ്ഥകളും ബന്ധങ്ങളും നിലനിർത്താൻ നാം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത് സാധ്യമാണോ? ഇത് സാധ്യമാണോ എന്ന് ജിത്തു കൃഷ്ണമൂർത്തി ചോദിക്കുന്നു. സുഖം ദുഃഖത്തിൽ നിന്നും വേർപെടുത്തിയെടുക്കാവുന്ന ഒന്നല്ല. അതിനാൽ നാം പൂർണ്ണമായും സ്വതന്ത്രരാവണമോ വേണ്ടയോ എന്ന് സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ്. സ്വാതന്ത്ര്യം ഒരു മാനസികാവസ്ഥയാണ്. ഏതൊക്കെയോ ഓർമ്മകളിൽ നിന്നും വ്യവസ്ഥിതികളിൽ നിന്നുമുള്ള ഒരു മോചനമല്ല, മറിച്ച് ഇതൊരു സ്വാതന്ത്ര്യ ബോധമാണ്. എ സെൻസ് ഓഫ് ഫ്രീഡം. എന്തിനേയും സംശയിക്കാനും ചോദ്യം ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം. എല്ലാ തരത്തിലുള്ള ആശ്രിതത്വത്തെയും അടിമത്തത്തെയും വിധേയതയെയും തള്ളിക്കളയാനാവുന്ന വിധത്തിൽ അത് തീവ്രമായിരിക്കും. നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ബോധവാനാകാൻ കഴിയുമോ എന്നതാണ് ഇവിടെ വരുന്ന അടുത്ത ചോദ്യം. സ്വാതന്ത്ര്യം നൈസർഗികമായി വരേണ്ടതാണ്. ആഗ്രഹിക്കുന്നത് കൊണ്ടോ ആവശ്യപ്പെടുന്നത് കൊണ്ടോ കൊതിക്കുന്നത് കൊണ്ടോ അത് കൈവരികയില്ല. സ്വാതന്ത്ര്യം നേടണമെങ്കിൽ മനസ്സിന് മഹാപ്രവാഹമായ ജീവിതത്തെ കാലഘട്ടത്തിൻ്റെ കെട്ടുപാടുകളില്ലാതെ കാണാൻ കഴിയണം. കാരണം ബോധത്തിൻ്റെ മേഖലയ്ക്കും അപ്പുറമാണ് സ്വാതന്ത്ര്യം സ്ഥിതി ചെയ്യുന്നത്.